ആർ അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അവിടെ കുട്ടിക്കലാശത്തിനിടെ കരുനാഗപ്പള്ളി MLA മഹേഷിന് പരിക്കേറ്റതായിട്ടാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിന്റെ വിവരങ്ങളുമായി ആർ അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺ, എന്താണ് സംഭവിച്ചത്? അരുൺ, ഈ കൊട്ടിക്കലാശത്തിന്റെ അവസാന മണിക്കൂറിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് കരുനാഗപ്പള്ളിയിൽ സംഘർഷമുണ്ടായത്. CPIMന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ പരസ്പരം കരുനാഗപ്പള്ളിയിൽ ഏറ്റുമുട്ടുകയായിരുന്നു. കരുനാഗപ്പള്ളി ഓച്ചിറ മേഖലയിൽ 3 ഇടത്ത് ഏറ്റുമുട്ടൽ ഇവർ തമ്മിൽ നടന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഒടുവിൽ പോലീസ് ആദ്യഘട്ടത്തിൽ ഇവരെ പിന്തിരിപ്പിച്ചു വിടാൻ ലാത്തിചാർജ് നടത്തിയെങ്കിലും ഈ പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയില്ല. കൂടി നിന്ന പ്രവർത്തകർ പിന്നീട് കല്ലെറിയുകയാണ് ഉണ്ടായത്. ഈ കല്ലേറിലാണ് CR മഹേഷിനും 4 പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റത്. കരുനാഗപ്പള്ളി CA അടക്കം 4 പോലീസ് ഉദ്യോഗസ്ഥർ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സ തേടി. നിലവിൽ സംഘർഷം അയവ് വരുത്താൻ വേണ്ടി പോലീസ് 3 റൗണ്ട് ഈ കണ്ണീർ വാതകം പ്രയോഗിച്ചു എന്ന വിവരമാണ് കരുനാഗപ്പള്ളിയിൽ നിന്ന് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന റോഡ് ഷോയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ സംഘർഷം ഇന്ന് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ പ്രവർത്തകരെ പല ഭാഗങ്ങളിലേക്കായി പോലീസ് തിരിച്ചുവിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇനി സംഘർഷം ഉണ്ടായാൽ കൂടുതൽ പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാൻ കൂടി പോലീസിന് തീരുമാനമെടുത്തു. ജില്ലയിലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോലീസിനെ ഇപ്പോൾ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുണി, CR മഹേഷ് MLAയുടെ പരിക്ക് സാരമുള്ളതാണോ? CR മഹേഷിന് കല്ലേറിൽ നെഞ്ചത്താണ് പരിക്കേറ്റത്. പക്ഷേ മറ്റ് പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പ്രാഥമിക ചികിത്സയ്ക്കായി CR മഹേഷ് MLAയും കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. CPM പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ CPMന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിന്നോ ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ഇരു കൂട്ടരും പരസ്പരം സംഘടിച്ച് കല്ലെറിയുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. പോലീസ് നിരവധിയായ തവണ ഈ പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ സംഘർഷം കൂടുതൽ കടുത്തതോടെയാണ് MLA അടക്കമുള്ളവർ ഈ റോഡിലേക്ക് ഇറങ്ങി ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്. അതോടെ പ്രതിഷേധം നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. CR മഹേഷ് ആശുപത്രി, അദ്ദേഹം ചികിത്സ തേടുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അരുൺ, തുടർന്നോളൂ. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. CR മഹേഷ് ആദ്യഘട്ടത്തിൽ ഈ സംഘർഷം ഉണ്ടായതിന് പിന്നാലെ CR മഹേഷ് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനാണ് CR മഹേഷ് MLA അടക്കമുള്ളവർ കരുനാഗപ്പള്ളി സെന്ററിലേക്ക് എത്തുന്നത്. അവിടെ വെച്ചാണ് കല്ലേറ് ഉണ്ടാകുന്നത്. ഇരുവിഭാഗവും ഇരു സൈഡുകളിൽ, അതായത് നേരത്തെ നിശ്ചയിച്ച സ്ഥലങ്ങളിൽ സംഘടിച്ചു നിന്നുകൊണ്ട് പരസ്പരം കല്ലെറിയുകയായിരുന്നു. അത് മുൻകൂട്ടി തന്നെ ഒരു തീരുമാനിച്ചുള്ള പ്രകോപനമായിരുന്നു, അല്ലെങ്കിൽ ഇത്തരം സംഘർഷമായിരുന്നു എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ നടന്ന റോഡ് ഷോ അത് പല മേഖലയിലും ഈ തമ്മിൽ വാക്കുതർക്കമടക്കം ഉണ്ടായ സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഓച്ചിറ മുതൽ കരുനാഗപ്പള്ളി വരെ 3 ഇടത്ത് സമാനപരമായ രീതിയിൽ CPIMന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ പരസ്പരം സംഘടിച്ച് കല്ലേറ് നടത്തുകയും കയ്യാങ്കളി നടത്തുകയും ചെയ്തത്. ഈ സംഘർഷത്തിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കുണ്ട്. കരുനാഗപ്പള്ളി CA അടക്കമുള്ളവർക്ക് പരിക്കുണ്ട്. എന്തായാലും ഈ പരിക്ക് ആരുടെയും സാരമുള്ളതല്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥലത്ത് സംഘർഷ സാധ്യതകൾ ഒഴിവാക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ 3 റൗണ്ട് ടിയർ ഗ്യാസ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ പ്രയോഗിച്ചിരുന്നു. ഈ കണ്ണീർ വാതകം പ്രയോഗിച്ചതിന് പിന്നാലെയാണ് പ്രവർത്തകർ പല ഭാഗത്തായി പിന്തിരിഞ്ഞു പോയത്. നിലവിൽ കൂടുതൽ പ്രവർത്തകർ ഈ പല മേഖലയിൽ നിന്ന് സംഘടിച്ചെത്തിയാൽ അവർക്കെതിരെ അറസ്റ്റ് അടക്കമുള്ള നടപടി കൈക്കൊള്ളാനാണ് പോലീസ് എടുത്തിരിക്കുന്ന തീരുമാനവും. കരുനാഗപ്പള്ളി MLA CR മഹേഷിനാണ് പരിക്ക് പറ്റിയത്. കുട്ടിക്കലാശത്തിനിടെ CPIM പ്രവർത്തകരുമായി സംഘർഷം ഉണ്ടാവുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ആർ അരുൺരാജ് റിപ്പോർട്ട് ചെയ്യുന്നത്. 4 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട്.